തുലാം രാശിക്കാർക്ക് ഈ വരുന്ന മെയ് മാസം 14-ാം തീയതി വരുന്ന വ്യാഴത്തിൻ്റെതായ മാറ്റം എങ്ങനെയുള്ള ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം. വ്യാഴം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിയുന്ന ഭാവങ്ങൾ ഏതാണോ അതിൻ്റേതായ ഫലം തന്നെയായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ വ്യാഴം മിഥുനം രാശിയിൽ ഇരുന്നുകൊണ്ട് തന്നെ 5-ാം ഭാവത്തെയും അതുപോലെ തന്നെ 7-ാം ഭാവത്തെയും 9-ാം ഭാവത്തെയും ദൃഷ്ടി പതിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയ് 14-ാം തീയതി മുതൽക്ക് അടുത്ത വർഷം മെയ് 14-ാം തീയതി വരെ നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങളാണോ നടക്കുന്നത് അതോ ദോഷകരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ വരുന്ന വ്യാഴത്തിൻ്റെതായ മാറ്റം നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് വ്യാഴത്തിൻ്റെതായ മാറ്റം വരുന്നത്. അതായത് മിഥുനം രാശിക്കുള്ളിലാണ് വ്യാഴം മാറി വരുന്നത്. ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന മാറ്റം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്തേക്കുള്ള വരവാണ് എന്ന് പറയാം. അപ്പോൾ ഈ ഭാഗ്യസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് 5-ാം ഭാവ ദൃഷ്ടിയായിട്ട് പതിയുന്നത് നിങ്ങളുടേതായ സ്വന്തം രാശിയായ തുലാം രാശിയെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ സ്വന്തം രാശിയെ നോക്കുമ്പോൾ അവിടെ എന്ത് ഫലമാണ്? തുലാം രാശിയായാലും തുലാം ലഗ്നമായാലും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി 5-ാം ഭാവമായി പതിയുന്നത് ഈ രാശി ലഗ്നത്തിൽ പിറന്ന ഓരോ വ്യക്തികളുടെയും മേൽ തന്നെയാണ്. അതായത് നേരിട്ടുള്ള ദൃഷ്ടി തന്നെയാണ് പതിയുന്നത്. അപ്പോൾ വ്യാഴം എന്നാൽ ശുഭഗ്രഹമാണ്. ശുഭഗ്രഹത്തിൻ്റെതായ ദൃഷ്ടി ഓരോ വ്യക്തികളുടെയും ദേഹത്ത് തന്നെയാണ് പതിയുന്നത്. അപ്പോൾ അത് മനസ്സിനുള്ളിലേക്ക് ആഴത്തിലുള്ള നല്ല ചിന്താഗതിയെ കൊണ്ടുവരും. ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അദ്ദേഹം വിജയകരമായ പാതകൾ തെളിക്കുവാനുള്ള ഒരു മനോഭാവം നിങ്ങളിലേക്ക് ഉണ്ടാക്കിത്തരും. അപ്പോൾ എടുക്കുന്ന എല്ലാ പ്രയത്നങ്ങളും നിങ്ങൾക്ക് വിജയം തരും. നിലവിലൊരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, മറ്റൊരു തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല ഫലത്തെ തരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായി നീങ്ങി കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് വരുന്നത്. അടുത്തതായി തുലാം രാശിക്ക് 3-ാം ഭാവമായ ധനു രാശി, അതായത് പ്രയത്നങ്ങളുടേതായ ഒരു ഭാവമായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. 3-ാം ഭാവം എന്നത് പ്രയത്നത്തിൻ്റെ ഭാവമാണ്. അപ്പോൾ രാശിക്ക് വ്യാഴം ഇരിക്കുന്ന രാശിയിൽ നിന്ന് 7-ാം ഭാവമായിട്ട് അവിടെ പതിയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും നല്ല മികവായിരിക്കും ലഭിക്കുക. മോശകരമായ സാഹചര്യത്തിലാണെങ്കിൽ വ്യാഴൻ ഒരിക്കലും ഒരു നന്മ അവിടെ ചെയ്യില്ല, തിന്മയായിരിക്കും ചെയ്യുക. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജാതകക്കാരൊക്കെ തന്നെ സ്വന്തം ജാതകത്തിൽ ഈ 7-ാം ഭാവമായ ഇടത്ത് നല്ല ശുഭഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അടുത്തുള്ള ജ്യോതിഷിയെ കൊണ്ട് കാണിച്ച് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അവിടെ അശുഭകരമായ ഏതെങ്കിലും ഒരു ഗ്രഹം സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഫലമായിരിക്കും ലഭിക്കുക. ശുഭഗ്രഹങ്ങൾ, അതായത് ഇവിടെ ഗുരു അവിടെ ദൃഷ്ടി പതിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടായ ധനുരാശിയിൽ തന്നെയാണ് 7-ാം ഭാവമായിട്ട് ദൃഷ്ടി പതിപ്പിക്കുന്നത്. അതുപോലെ മീനം, ധനു, മീനം എന്നീ 2 രാശികളും വ്യാഴത്തിൻ്റെതായ സ്വന്തം ഇടം തന്നെയാണ്. അപ്പോൾ സ്വന്തം ഇടത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നത്. ഇപ്പോൾ അവിടെ ശുക്രൻ്റേതായ ഒരു സ്ഥാനമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഗുരുവും ശുക്രനും എപ്പോഴും ശത്രുതാ ഭാവങ്ങളിലേക്കാണ് എപ്പോഴും നിലകൊള്ളുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നന്മകളൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് അല്പം മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക. അതുപോലെ മറ്റ് ദോഷകരമായ ഗ്രഹങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ നിങ്ങൾ സ്വന്തം ജാതകത്തിൽ പരിശോധിക്കുക. അപ്പോൾ ഇവിടെ 7-ാം ഭാവമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പൊതുവിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന പ്രയത്നങ്ങളൊക്കെ വലിയ തോതിലുള്ള വിജയം ഉണ്ടാക്കി തരും. ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്ന പഠനമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയത്നിക്കുവാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ഇപ്പോൾ UPSC പോലുള്ള എക്സാമൊക്കെ എഴുതാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രയത്നിക്കുക, പഠിക്കുക. വലിയ തോതിലുള്ള വിജയം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതായത് വ്യാഴനാണ് നമുക്ക് വിദ്യാഭ്യാസപരമായ രീതിയിലും ഒക്കെ ഒരു ഗുരുസ്ഥാനീയമായി നമുക്കൊരു അനുകൂല ഫലം തരേണ്ടത്. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ജ്യോതിഷികളൊക്കെ കണ്ടിട്ടുണ്ടാകും, അപ്പോൾ പറഞ്ഞു കാണും നിങ്ങൾക്ക് നല്ല സമയമൊക്കെ തന്നെയാണ് എന്ന്. പക്ഷേ അത് നല്ല സമയം ആണെങ്കിൽ കൂടിയും നമ്മളുടെ പ്രയത്നം കൂടി വേണമെന്നാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം നിങ്ങൾ ഇതുവരെയും പഠിച്ചിട്ടൊന്നും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി നല്ലതുപോലെ പ്രിപ്പറേഷൻ ചെയ്ത് എക്സാം എഴുതുകയാണെങ്കിൽ 101% വിജയം നിങ്ങൾക്കുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അതായത് വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി ശുഭകരമായ ദൃഷ്ടി ആയതുകൊണ്ട് തന്നെ പ്രയത്നം വിജയം കാണുമെന്ന് പറയുന്നു.
അടുത്തതായി ഗുരുവിൻ്റെതായ 9ാം ഭാവദൃഷ്ടി പതിയുന്നത് തുലാം രാശിയുടെ 5ാം ഭാവത്തിലേക്കാണ്. അതായത് പൂർവ്വ പുണ്യസ്ഥാനം, പൂർവ്വ ജന്മസ്ഥാനം എന്നൊക്കെ പറയുന്ന പൂർവ്വ പുണ്യസ്ഥാനത്തിലേക്കാണ് പതിയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാവത്തിലേക്ക് പതിയുമ്പോൾ എന്ത് ഫലം നമുക്ക് കിട്ടും? പൂർവ്വ പുണ്യസ്ഥാനമായ 5ാം ഭാവത്തിൽ 9ാം ഭാവമായി പതിയുന്ന ദൃഷ്ടി വിദ്യാഭ്യാസപരമായ രീതിയിൽ നിങ്ങൾക്ക് ഉയർന്ന നിലയിലുള്ള ഒരു സ്ഥാനം നൽകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉയർന്ന പഠനം ഒക്കെ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല വിജയം തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുക. അതായത് PhD പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനും PG പോലുള്ള കാര്യങ്ങൾ എടുക്കാനും ഒക്കെ UPSC പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ വളരെ അധികം പ്രയത്നം കൊടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 101% വിജയം ഈ ഒരു ഭാവം, അതായത് 9ാം ഭാവം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങളുടേതായ രാശിക്ക് 5ാം ഭാവം ഇത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ 9ാം ഭാവമായിട്ട് വരുന്നത്. അപ്പോൾ പൂർണ്ണമായ ഒരു വിജയമാണ് നിങ്ങൾക്ക് ഈ വരുന്ന വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്നതെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു 9ാം ഭാവം പ്രേമബന്ധങ്ങളിലൊക്കെ കൊണ്ട് ചാടിക്കും. അതായത് ടീനേജ് ലെവലിലുള്ളവരൊക്കെ തന്നെ ഈ പ്രേമബന്ധങ്ങളിലൊക്കെ പോയി ചാടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഗുരുവിൻ്റേതായ ഒരു ദൃഷ്ടി വെച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനെ ഉള്ള ബന്ധങ്ങളൊക്കെ തന്നെ ഒരു ആയുസ് കാലം വരെയും നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെയും ഈ ടീനേജ് ലെവലിലുള്ള, അതായത് പ്രായം കൂടിപ്പോയവരുടേതായ കാര്യമല്ല പറയുന്നത്, വിവാഹം കഴിഞ്ഞു പോയവരുടേതായ കാര്യമല്ല പറയുന്നത്, വിവാഹത്തിന് മുന്നേ അതായത് 25 വയസ്സിന് താഴോട്ടുള്ളവരുടേതായ ഈ ഒരു കാര്യമാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് പ്രേമബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സക്സസ് ആയി വരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബപരമായ ബന്ധങ്ങളിൽ വിള്ളലുകളും ഉണ്ടാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടി മനസ്സിലാക്കണം. കാര്യം വ്യാഴൻ്റേതായ ഒരു ചിന്ത കുടുംബപരമായ ഒരു അന്തരീക്ഷത്തെയാണെങ്കിലും ശരി സന്തോഷകരമായി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ മറ്റൊരാൾക്ക് ദുഃഖമുണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യില്ല. അംഗീകാരത്തോടു കൂടിയുള്ള കാര്യം, അതായത് പ്രേമബന്ധമാണെങ്കിലും ശരി പരസ്പര അംഗീകാരം, രണ്ട് കുടുംബങ്ങളുടെ അംഗീകാരത്തോടു കൂടിയുള്ള കാര്യമായിരിക്കും അദ്ദേഹം ചെയ്യുക. അല്ലാതെ ഉള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ വ്യാഴൻ അനുകൂല ഫലത്തെ നൽകില്ല. വിവാഹം കഴിഞ്ഞ് പോയവർക്കാണെങ്കിൽ പുത്രഭാഗ്യമൊക്കെ ലഭിക്കുന്ന സാഹചര്യം, അതായത് ആൺകുട്ടിയൊക്കെ ജനിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതായത് ചികിത്സയൊക്കെ നടത്തിയിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ശരി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും ഈ വ്യാഴൻ്റേതായ ഈ ഒരു ദൃഷ്ടി എന്ന് പറയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പൊതുവിൽ 12 രാശിക്കാർക്കും വ്യാഴൻ വലിയ തോതിലുള്ള തിന്മകളൊന്നും തന്നെ ചെയ്യുന്നില്ല. ശുഭകരമായ കാര്യങ്ങൾ തന്നെയാണ് ചിന്തിക്കുന്നത്. 5, 7, 9 എന്നീ ഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും എല്ലാവിധത്തിലുള്ള നല്ല ഫലങ്ങളും ഉണ്ടാകട്ടെ, ഉയർന്ന പഠനം ഉണ്ടാകട്ടെ, തൊഴിൽപരമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരമാവധി പരിശ്രമിച്ച് മുന്നിലേക്ക് ഇറങ്ങുക. എല്ലായിടത്തും വിജയമുണ്ടെന്ന് തന്നെയാണ് വ്യാഴൻ്റേതായ ഭാവം പറയുന്നത്. അതേപോലെ തന്നെ 18-ാം തീയതി, മെയ് മാസം 18-ാം തീയതി രാഹു, കേതു എന്നീ 2 ഗ്രഹങ്ങളുടേതായ മാറ്റവും വരുന്നുണ്ട്. അതും പ്രാധാന്യമുള്ള ഒരു മാറ്റം തന്നെയാണ്. എങ്കിൽ മാത്രമായിരിക്കും ശനിയുടേതായ ചിന്തകൾ എങ്ങനെയാണ് പ്രവർത്തനമാകുന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ.